عليكم ورحمة الله وبركاته. فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه ഹാവിയ. സൽക്കർമ്മങ്ങൾക്ക് മുൻതൂക്കം ലഭിച്ചവർ ഭാഗ്യവാന്മാരും സ്വർഗാവകാശികളുമാണ്. എന്നാൽ സൽക്കർമ്മങ്ങൾക്ക് കുറവ് വരുത്തിയവർ നഷ്ടക്കാരും നരകാവകാശികളുമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കി അവന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഈ ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങൾക്ക് നൽകാത്ത ബുദ്ധിയും വിവേകവും നൽകി. എന്നിട്ടും അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമോ ഭയമോ ഇല്ലാതെ അവന്റെ കൽപ്പനകൾ മാനിക്കാതെ അവന്റെ മുമ്പിൽ തലകുനിക്കാതെ അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കൂറുമില്ലാതെ കഴിഞ്ഞു കൂടുന്ന ഒരു കൂട്ടം മനുഷ്യർ കത്തിജ്വലിക്കുന്ന നരകം തന്നെയാണ് അവരുടെ സങ്കേതം. എന്നാൽ തന്റെ റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെച്ച ഒരു കൂട്ടം ആൾക്കാർ അവരുടെ അവസാന സങ്കേതം സ്വർഗം തന്നെയായിരിക്കും. ഇനി നമുക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പ്രവാചകന്റെ നേരായി അദ്ദേഹത്തെ പിന്തുടർന്ന സഹാബാക്കൾ ആരൊക്കെ നോക്കാം. ഒരുമിച്ച് ഒരു ഹദീസിൽ 10 പേരെയും പരാമർശിച്ചതിനാലാണ് അശറത്തുൽ മുബശ്ശിറൂന ബിൽ ജന്ന എന്ന് ചരിത്രം അവരെ വിളിച്ചത്. എനിക്കറിയുമോ ആ 10 പേർ ആരൊക്കെയാണെന്ന്? അതെ, എനിക്കറിയാം. നബിയുടെ സഹാബാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരായ നബിയുടെ മരണത്തിന് ശേഷം തുടർച്ചയായി വന്ന 4 ഖലീഫമാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇവരാണ് ഖുലഫാഉർ റാഷിദൂൻ എന്നറിയപ്പെടുന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആദ്യത്തെ 4 സ്വഹാബികൾ. കൂടാതെ പ്രവാചകന്റെ സന്തത സഹചാരികളായ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്, സുബൈർ ഇബ്നു അവ്വാം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഅദ് ഇബ്നു അബീ വഖാസ്, സഈദ് ഇബ്നു സൈദ്